അനുഗ്രഹകരമായ വാക്കുകൾ എന്ന ശീർഷകത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം തുറക്കാം. യോഹന്നാൻ അധ്യായം 3 വാക്യം 3. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാൺമാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ ശാരീരിക ജനനത്തെ ഒന്നാം ജനനം എന്നു കരുതിയാൽ യോഹന്നാൻ 3 അധ്യായത്തിൽ ആത്മീയ ജനനത്തെ വീണ്ടും ജനനം എന്നു വിവരിക്കുന്നു. പണ്ട് നാം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും പരാതികൾ പറയുന്നവരും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നവരുമായിരുന്നു എന്ന് കരുതുക. അസ്വസ്ഥരാകുമ്പോൾ കോപം നിയന്ത്രിക്കാനാവാതെ മറ്റുള്ളവർക്കുമേൽ കഠിനമായി സമ്മർദ്ദം ചെലുത്തുമായിരുന്നു. വീണ്ടും ജനിക്കുക എന്നാൽ രണ്ടാമതും ജനിക്കുക എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടും സൗഖ്യം പ്രാപിച്ചും നീരസത്തിന്റെയോ പരിശതയുടെയോ അസൂയയുടെയോ വാക്കുകൾ സംസാരിക്കാത്തവരായി നാം പുനർജനിക്കണം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ സംസാരിക്കാൻ പഠിക്കണം. അങ്ങനെ നമുക്ക് കൈകോർത്ത് നമ്മുടെ നിത്യസ്വർഗഭവനത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരാം. നാം അപ്രകാരം സംസാരിക്കുന്നവരായി മാറിയാൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാൺമാൻ ആർക്കും കഴിയുകയില്ല എന്നതിനാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാത്തവരുടെ കൂട്ടത്തിൽ ദൈവം നമ്മെ ഉൾപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ജീവിതം സ്വർഗരാജ്യത്തിന് യോഗ്യമാണ് എന്ന് അവിടുന്ന് നമ്മോട് അരുളി ചെയ്യില്ലേ? പെസഹയും ശബ്ബത്തും ആചരിക്കാതിരിക്കുന്നത് വലിയ കാര്യമാണെന്നറിയാമെങ്കിലും വീണ്ടും ജനിക്കുന്ന ജീവിതത്തെ നിസ്സാരമായി കാണുന്നവരുണ്ട്. എല്ലാവരും ദൈവവചനത്തിൽ നിസ്സാരമായി കാണേണ്ട ഒരു ഭാഗവുമില്ല. നമുക്ക് മത്തായി അധ്യായം 5 വാക്യം 20 വായിക്കാം. മത്തായി അധ്യായം 5 വാക്യം 20. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതും ദൈവം നൽകിയ ഒരു നിയമമല്ലേ? ഊന്നലിനായി തീർച്ചയായും ഇല്ല എന്നവിടുന്ന് ചേർത്തത് നാം ഓർക്കണം. ദൈവത്തിൽ പുതിയ മനുഷ്യരായി പുനർജനിച്ച് സ്വർഗവാസികളുടെ സാദൃശ്യമുള്ള സ്വർഗീയ മക്കളായി നാം എല്ലാവരും മാറണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും ലോക ജനതയിൽ നിന്ന് വ്യത്യസ്തരായി നാം അറിയപ്പെടേണ്ടതല്ലേ? താഴെയുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വാക്യം 21. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ? റാക്ക ഒരു എബ്രായ നിന്ദാവാക്കാണ്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടിവരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. സിയോനിൽ ആരോടും നാം അത്തരം വാക്കുകൾ ഒരിക്കലും പറയരുത്, ശരിയല്ലേ? അനുഗ്രഹം നൽകുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്ന വാക്കുകളുണ്ട്. അവ ബൈബിളിൽ നിന്ന് പഠിച്ച് നാം പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് നന്ദി, ക്ഷമിക്കണം, എന്റെ തെറ്റാണ്, ഇനി കൂടുതൽ നന്നായി ചെയ്യാം എന്നിങ്ങനെയുള്ള മുറിവേൽപ്പിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വാക്കുകൾ സിയോനിൽ എപ്പോഴും അടിസ്ഥാനപരമായി ഉപയോഗിക്കണം. 이와 같은 그 말들이 우리 시온에서는 항상 기본적으로 사용되어져야 될 말입니다.
നമുക്ക് ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നു പറയാൻ നാം നിരന്തരം പഠിക്കണം. യോഹന്നാൻ അധ്യായം 3 യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. മത്തായി അധ്യായം 5 അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. 1 തെസ്സലോനിക്കർ അധ്യായം 5 നമുക്കിത് ഉറപ്പിക്കാം. 1 തെസ്സലോനിക്കർ അധ്യായം 5 വാക്യം 7. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാം എന്തിൽ ഉൾപ്പെട്ടവരാണ്? നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്കുവേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ എപ്പോഴും ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് വാക്യം 15 തിരിഞ്ഞു നോക്കാം. വാക്യം 15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. നാം എന്തിനായി പരിശ്രമിക്കണം? എപ്പോഴും സന്തോഷിപ്പിൻ. ഇനി നാം എന്തു ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇനി നാം എന്തു ചെയ്യണം? എല്ലാറ്റിനും സ്തോത്രം ചെയ്വിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ദേഷ്യമോ അസ്വസ്ഥതയോ തോന്നുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് നാം എപ്പോഴും ഓർക്കണം. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയില്ല എന്നും നാം ഓർക്കണം. ഈ ലോകത്തിൻ്റെതായ ജഡിക വികാരങ്ങളുണ്ട്. ജഡികമായി ജീവിക്കുമ്പോൾ നാം പിറുപിറുപ്പ്, പരാതി, കുറ്റപ്പെടുത്തൽ, അസൂയ, സ്പർദ്ധ, അഹങ്കാരം, പൊങ്ങച്ചം എന്നിവയ്ക്ക് എളുപ്പത്തിൽ വഴങ്ങുന്നു. ദൈവത്തിൽ വീണ്ടും ജനിച്ചവർ ഇവയെല്ലാം എന്തു ചെയ്യണം? നാം അവയെല്ലാം ഇല്ലാതാക്കണം. അങ്ങനെയുള്ളവർ എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. 1 തെസ്സലോനിക്കർ 5 അധ്യായം 15 വാക്യത്തിൽ പറയുന്നു, ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. മറ്റുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധം പ്രതികരിക്കാനും സംസാരിക്കാനും നാം പരിശ്രമിക്കണം. പെട്ടെന്നുള്ള മാറ്റം ബുദ്ധിമുട്ടായിരിക്കാമെങ്കിലും 10 തവണ പരാതിപ്പെട്ടിരുന്നെങ്കിൽ നമുക്കത് 5ആയും പിന്നീട് 2ആയും ഒടുവിൽ ഒന്നുമില്ലാതെയും ചുരുക്കാം. അങ്ങനെ നാം എല്ലാവരും ക്രിസ്തുവിൽ ക്രമേണ രൂപാന്തരപ്പെടുന്നവരായി മാറും. അപ്പോൾ നാം എന്തു ചെയ്യണം? എപ്പോഴും സന്തോഷിക്കാൻ പഠിക്കുക. സന്തോഷിക്കുമ്പോൾ നാം പരാതിപ്പെടാറില്ല, ശരിയല്ലേ? എല്ലാ സാഹചര്യങ്ങളിലും നാം എന്തു ചെയ്യണം? നാം നന്ദിയുള്ളപ്പോൾ ഒരിക്കലും പരാതിപ്പെടില്ല. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും നന്ദി കരേറ്റുവിൻ. ഇതാണ് ദൈവഹിതം. ഭർത്താവോ ഭാര്യയോ മക്കളോ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നു കരുതി സ്വർഗീയ ജനമെന്ന നിലയിൽ അവരോട് ദയയോടെ പെരുമാറുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ 1ആയും 10ആയും 100ആയും 1000ആയും വർദ്ധിക്കുമെന്ന് ഓർക്കുക. ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ കൽപ്പനയല്ലേ? ദൈവഹിതം ഇതാണെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ നാം ദിനംതോറും കോപിക്കുകയും തർക്കിക്കുകയും പരുഷമായി സംസാരിക്കുകയും നമ്മുടെ വികാരങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്താലോ? അങ്ങനെ ചെയ്താൽ 1 തെസ്സലോനിക്കർ 5 അധ്യായത്തിലെ നിയമങ്ങൾ ദൈവഹിതമാണെന്നറിഞ്ഞിട്ടും
അവയെല്ലാം ലംഘിക്കുന്ന ഭോഷത്വമായ ഒരു ജീവിതമായിരിക്കും നാം നയിക്കുക. 어리석은 그러한 생활을 살 수밖에 없을 것입니다. എഫെസ്യർ അധ്യായം 4 വാക്യം 22 നമുക്ക് വായിക്കാം. മുമ്പിലത്തെ നടപ്പു സംബന്ധിച്ചു എന്താണ് നമ്മെ പഠിപ്പിച്ചത്? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലതു പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. അപ്പോൾ നാം എന്തു ചെയ്യണം? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആ കാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വാക്യം 31. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് നാം എന്ത് ഒഴിവാക്കണം? ഒഴിഞ്ഞു പോകട്ടെ. എല്ലാം ഉപേക്ഷിക്കാൻ കൽപ്പിച്ചിട്ടും അവയെ രഹസ്യമായി സൂക്ഷിക്കുന്നവരുണ്ട്. ഉപേക്ഷിക്കുക എന്നത് ദൈവകൽപ്പനയെങ്കിൽ അത് ചെയ്യുന്നതാണ് ദൈവനിയമം. ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്തത്ര വിലപ്പെട്ടതാണ് എന്ന് കരുതി ഇന്ന് ആരെങ്കിലും പോക്കറ്റിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ആരാധന കഴിഞ്ഞയുടനെ പോക്കറ്റിലുള്ളതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. സകല ദുർഗുണത്തോടും കൂടെ അവയെ നീക്കുക എന്ന് ദൈവം പറയുന്നു. നമുക്ക് വാക്യം 32 നോക്കാം. പരസ്പരം എങ്ങനെ പെരുമാറാം? നിങ്ങൾ തമ്മിൽ ദയയും. നാം വേറെ എന്തു ചെയ്യണം? ആകുക മനസ്സലിവുമുള്ളവരായി അവസാനം വരെ സത്യത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിത്യനരകാഗ്നിയിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട പാപികളോട് നമുക്ക് മനസ്സലിവ് തോന്നണം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അധ്യായം 5 വാക്യം 1. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്കുവേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നിത്യസ്വർഗരാജ്യത്തിലെ ജനമായ നാം ക്രിസ്തുവിന്റെ മഹത്വമുള്ള സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ എന്നേക്കും നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവഭക്തി നേടാൻ നാം പരിശീലിക്കേണ്ടതല്ലേ? അത് പരിശീലിക്കാതിരിക്കുന്നത് ശരിയാണോ? ബൈബിളിലെ എല്ലാ ദൈവവചനങ്ങളും നാം ബഹുമാനിച്ചു പാലിക്കേണ്ട കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളുമാണ്. അതുകൊണ്ട് ഇത് പാലിക്കാൻ എനിക്ക് അസാധ്യമാണ് എന്ന് നാം പറയരുത്. എല്ലാം പാലിക്കണം. ഇതെല്ലാം അനുസരിക്കാൻ നാം ശ്രമിക്കണം. യേശു പാദം കഴുകൽ ശുശ്രൂഷ നടത്തിയപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല. അപ്പോൾ യേശു എന്തരുളി ചെയ്തു? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ കൽപ്പിക്കുന്നത് നീ ചെയ്യുന്നില്ലെങ്കിൽ ഈ നിമിഷം മുതൽ നിനക്കെന്നോടുകൂടെ ഒരു പങ്കും ഉണ്ടായിരിക്കില്ല. ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് അപ്രസക്തമാകരുത്, ശരിയല്ലേ? അതുകൊണ്ട് നാം എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. സിയോനിലെ എല്ലാ സഹോദരങ്ങളും പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയവരാകട്ടെ. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തയ്യാറാണ് എന്ന് ദൈവത്തോട് ധൈര്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വർഷമായി ഇത് മാറട്ടെ. സംഖ്യാപുസ്തകത്തിൽ 12 ഒറ്റുകാർ പറഞ്ഞ അനുകൂലവും പ്രതികൂലവുമായ വാക്കുകൾ ഉണ്ടായിരുന്നു. 10 പേർ പ്രതികൂലമായി പറഞ്ഞു. പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം
നമുക്കൊരിക്കലും കീഴടക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ രണ്ടുപേർ അപ്രകാരം പറഞ്ഞില്ല. പകരം അവർ പറഞ്ഞു, അവിടെയുള്ളവർ എത്ര വലിയവരാണെങ്കിലും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ദേശമായതുകൊണ്ട് അവർ നമുക്ക് ഇരയത്രേ. പ്രിയപ്പെട്ടവരെ, കേനാൻ ദേശത്ത് ആർക്കൊക്കെ പ്രവേശിക്കാമെന്നും ആർക്കൊക്കെ കഴിയില്ലെന്നും അപ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടു. എന്തുകൊണ്ട് അവർക്ക് പ്രവേശിക്കാനായില്ല? അനുഗ്രഹം കൊണ്ടുവരുന്ന വാക്കുകൾ പറയാൻ അവർക്ക് അറിയില്ലായിരുന്നു. വിശ്വാസവാക്കുകൾ എപ്പോഴും അനുഗ്രഹം നൽകുന്നു. ദൈവത്തിനു മുൻഗണന നൽകി അവിടത്തെ നമ്മുടെ ആത്മാവിന്റെ രക്ഷകനായി കരുതുന്ന വാക്കുകൾക്ക് എപ്പോഴും അനുഗ്രഹമുണ്ട്. യോശുവയോടും കാലേബിനോടും നിങ്ങൾ ഇരുവരും കാനാൻ ദേശത്ത് പ്രവേശിക്കും എന്ന് ദൈവം ഉറപ്പു നൽകി. എന്നാൽ പിറുപിറുത്ത മറ്റു 10 ചാലന്മാരോടും അവരോടൊപ്പം ചേർന്നവരോടും നിങ്ങൾ കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ബൈബിളിൽ അനുഗ്രഹം നൽകുന്ന വാക്കുകളും ശാപം വരുത്തുന്ന വാക്കുകളും ഏതെന്ന് നമുക്ക് ശ്രദ്ധയോടെ പരിശോധിക്കാം. നാം അല്പം മുൻപ് വായിച്ച സുവിശേഷത്തിൽ സഹോദരനോട് രാക്ക എന്നു പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകാഗ്നിയിൽ എറിയപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിനെ നിസ്സാരമായി കാണരുത്. ഇവ യേശുവിന്റെ വാക്കുകളാണെങ്കിലും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ളത് മാത്രമാണ് എന്ന് നിസ്സാരമായി കരുതരുത്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നവരെ വേർതിരിക്കുന്ന അതിപ്രധാനമായ ഒരു ന്യായവിധി മാനദണ്ഡമായി ദൈവം ഇതിനെയും സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ സിയോൻ കുടുംബാംഗങ്ങളോട് ആരെപ്പോലെ പെരുമാറാനാണ് ദൈവം കൽപ്പിക്കുന്നത്? എന്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തത് ആർക്കാണ് ചെയ്തത്? എനിക്കു ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിനു ചെയ്തു എന്നാണർത്ഥം. ചെറിയവരിൽ ഒരുവന് നൽകുന്ന പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പോലും ദൈവത്തോടാണ് നാം സംസാരിക്കുന്നത്. നമുക്ക് ബൈബിളിലൂടെ ഇത് ഉറപ്പിക്കാം. നമുക്ക് മത്തായി അധ്യായം 25 വാക്യം 40 ഒരുമിച്ച് നോക്കാം. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തേടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്യും. ഇവിടെ മനുഷ്യരെ 2 കൂട്ടമായി തിരിച്ചിരിക്കുന്നു. യേശു അനുഗ്രഹിക്കുന്ന വലതുവശത്തുള്ളവരും അവിടുന്ന് ശാപവും ശിക്ഷയും വിധിക്കുന്ന ഇടതുവശത്തുള്ളവരും. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പെരുമാറിയത്? അവർ അത് നേരിട്ട് ദൈവത്തോട് ചെയ്തില്ല. എങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഓരോരുത്തരോടുമുള്ള അവരുടെ പ്രവൃത്തികൾ എന്താണ് അർത്ഥമാക്കുന്നത്? അന്തിമമായി അവർ സ്വർഗരാജ്യത്തിലേക്കോ നരകത്തിലേക്കോ പോകുമോ എന്ന് നിർണയിക്കുന്ന ഒരു സുപ്രധാന മാനദണ്ഡമായി അത് മാറി. നമുക്ക് തുടർന്നു വായിക്കാം. വാക്യം 33. വാക്യം 33-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടോ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തേടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളിച്ചെയ്യും. ബുദ്ധിമുട്ടനുഭവിക്കുന്ന സഹോദരീ സഹോദരന്മാരെ പരിപാലിക്കുകയും അവരെ താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്
തനിക്ക് വേണ്ടി ചെയ്യുന്നതിന് തുല്യമാണെന്ന് അവിടുന്ന് വിധിച്ചു. 일과 동일하다고 이렇게 판정을 내려주셨습니다. നമുക്ക് വാക്യം 41 നോക്കാം. 왼편에 있는 자들에게 പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. 지옥불에 들어가라. അതായത് അവർ നരകത്തീയിലേക്ക് എറിയപ്പെടും എന്നല്ല ഇതിനർത്ഥം. നമുക്ക് വാക്യം 42 നോക്കാം. എനിക്കു വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാൺമാൻ വന്നില്ല. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്കു ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. 내게 하지 아니한 것이라 하시니라. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും എന്ന് നിർണയിക്കുന്നത് ഇതാണ്. നാം പെസഹയും ശബ്ബത്ത് ദിനവും പുതിയ ഉടമ്പടിയുടെ നിയമവും ആചരിക്കുന്നതിനാൽ ഇത് പുതിയ ഉടമ്പടിയുടെ ഭാഗമല്ലെന്ന് നാം കരുതുന്നു. 이건 새 언약이 아닌 줄 പ്രിയ ഉള്ളവരെ, പുതിയ ഉടമ്പടിയുടെ എല്ലാ വശങ്ങളും അന്തിമമായി നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തണം. 알아야 됩니다. പാപികളായ തന്റെ മക്കളോട് ക്ഷമിക്കുന്നതിനായി 우리 자녀들을 അവിടുന്ന് തന്റെ ശരീരം നൽകുകയും രക്തം ചിന്തുകയും ചെയ്തതിലൂടെ 내놓으시고 피 흘려서 മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവന്റെ പാതയിലേക്ക് നയിക്കുന്ന സ്നേഹം പ്രകടമാക്കിയില്ലേ? 해주신 사랑을 베풀지 않았습니까? 우리가 പെസഹ അപ്പം ഭക്ഷിക്കുകയും പെസഹ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നാം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? പാപികൾക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയും ത്യാഗത്തെയും കുറിച്ച് നാം ചിന്തിക്കണം. 우리 형제 ഞാനും നമ്മുടെ സഹോദരങ്ങൾക്കായി ഇപ്രകാരം ജീവിക്കണം എന്ന ഈ ചൈതന്യം പുതിയ ഉടമ്പടിയിൽ സജീവമായിരിക്കണം. 살아 있어야 되겠습니다. സത്യമായും നമ്മുടെ ചുറ്റുപാടുകളിൽ അനുഗ്രഹങ്ങളും ദൈവകൃപയും സുവിശേഷത്തിന്റെ അത്ഭുതങ്ങളും കൊണ്ടുവരുന്ന സിയോനിലെ അനുഗ്രഹീത മക്കളായി നാം എല്ലാവരും മാറണം. 시온의 모든 자녀들이 다 되셔야 되겠고요. നിങ്ങളുടെ നീതിശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ 우리의 말도 നമ്മുടെ പ്രവർത്തികളും വാക്കുകളും മനോഭാവവും ദൂതന്മാരെ പോലെ സ്വർഗീയമായിരിക്കണം. 천사가 돼야 되겠죠. ദൈവസ്വഭാവത്തിന്റെ 50% അല്ലെങ്കിൽ 60% എത്തുന്നതിന് പകരം അവിടത്തെ സ്വഭാവം പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന മാലാഖമാരാകാൻ നാം ശ്രമിക്കണം. 제가 ഇത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല, മറിച്ച് നാം അപ്രകാരം രൂപാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സിയോൻ കുടുംബാംഗങ്ങൾക്കിടയിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ധാരാളം വാക്കുകൾ നമുക്കെപ്പോഴും സംസാരിക്കാം. നാമും അത്തരം വാക്കുകൾ ശീലമാക്കണം. 돼야 되겠습니다. ദൈവം നമുക്ക് കനാൻ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ആമേൻ എന്ന് പ്രതിവചിച്ച് അവർ നമ്മുടെ അപ്പമാണ് എന്ന് പറയണം. 그 말이 아멘 해야 되는데 എന്നാൽ പിറുപിറുപ്പുകളോട് ആമേൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും എന്ത് സംഭവിക്കും? 전부가 다 멸망하고 죽을 അപ്പോൾ നാം എല്ലാവരും നശിച്ചു പോകുകയില്ലേ? അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10 അധ്യായത്തിൽ പിറുപിറുക്കരുത് എന്ന് ആവർത്തിച്ച് ഊന്നിപ്പറയുന്നത്. ദൈവത്തിന് ഗൂഢമായ ഒരു വലിയ ഉദ്ദേശമുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. 이익이 좀 많이 ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴും നമുക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ദൈവം നമുക്കോരോരുത്തർക്കും അനുയോജ്യമായ വിവിധ സാഹചര്യങ്ങൾ നൽകുന്നു. 형편들을 제공을 하십니다. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അവസാനം നമ്മെ അനുഗ്രഹിക്കാനാണ് ദൈവം ആ പാതയിലേക്ക് നമ്മെ നയിച്ചതെന്ന് നാം മനസ്സിലാക്കുന്നു. വിശ്വാസത്തിന്റെ പൂർവ്വപിതാവായ യാക്കോബിന്റെ 11ാമത്തെ പുത്രനായ യോസേഫ് 여러 가지 നിരവധി ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി. 애굽의 노예로도 യോസേഫിനെ സഹോദരന്മാർ മിസ്രയീമിൽ അടിമയായി വിറ്റു. 또 보디발의 പോത്തീഫറിന്റെ ഭവനത്തിൽ ദാസനായിരിക്കെ കള്ളക്കുറ്റം ചുമത്തപ്പെട്ട് കാരാഗൃഹത്തിലായി. 일을 볼 때에 또 억울한 누명을 쓰고 결국 감옥에 가기도 하고 그
സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുകൊണ്ട് ഫറവോൻ അവനെ തിരഞ്ഞെടുത്തു. പിന്നീട് അവൻ മിസ്രയീം മുഴുവൻ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി. 그 애굽 전체를 다 총괄하는 총리가 이제 되는 ദൈവം അവന്റെ ഓരോ ചുവടിലും കൂടെയുണ്ടായിരുന്നു. 하나님께서는 요셉의 그 발걸음마다 항상 함께했습니다. നല്ല സമയങ്ങളിൽ മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടപ്പോഴും ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. 함께하셨습니다. ഈ പ്രക്രിയയിലൂടെ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ ഒരു വലിയ ജനതയും രാഷ്ട്രവുമായി വളരുന്നതുവരെ ദൈവം ക്ഷമയോടെ കാത്തിരുന്നു. 시간을 기다려주셨죠. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്ന് നാം എപ്പോഴും തിരിച്ചറിയണം. ആ അംഗത്തിന് ദൈവാനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം സുഗമമായി പോകുന്നു. എനിക്ക് മാത്രം എന്താണ് ഇത്ര ബുദ്ധിമുട്ടുകൾ? 나는 왜 이렇게 അല്ലെങ്കിൽ മറ്റെല്ലാവരും സന്തോഷവാന്മാരാണ്? 다른 식구들은 다 행복해 보이는데 ദൈവത്തിൽ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കാത്തത് എന്നിങ്ങനെയുള്ള ചിന്തകൾ നാം ഉപേക്ഷിക്കണം. 못 받을까? 이런 어떤 생각들은 다 버리셔야 된다는 것입니다. അവസാനം ദൈവം നമുക്കെല്ലാവർക്കുമായി എന്താണ് ചെയ്യുന്നത്? 복을 주려 하심이라 하신 그 അവസാനം നമ്മെ അനുഗ്രഹിക്കുന്നതുവരെ തടസ്സങ്ങൾ, കഷ്ടപ്പാടുകൾ, നഷ്ടങ്ങൾ, ചിലപ്പോൾ വലിയ വിജയങ്ങൾ എന്നിവയിലൂടെ ദൈവം നമ്മെ നയിക്കുന്നു. 또 만나게도 하시고 때로는 손해 보는 일도 때로는 이익을 많이 볼 수 있는 생활도 സമാധാനപരമായ പാതകളിലും ദുഷ്കരമായ പാതകളിലും അനേകം സാഹചര്യങ്ങളിലും ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. 일 속에서 하나님은 항상 같이 계십니다. നാം കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ദൈവം എന്തു ചെയ്യുന്നു? 하나님이 거기에도 어떻게 하신다고요? അവിടുന്ന് നമ്മോടുകൂടെയും നമ്മുടെ വെളിച്ചവും വടിയുമാകുമെന്ന് പറയുന്നില്ലേ? നിത്യസ്വർഗരാജ്യത്തിലെ രാജകീയ പൗരോഹിത്യം എന്ന മഹത്തായ സ്ഥാനത്ത് നമ്മെ എത്തിക്കുന്നതിനായി ഈ ഭൂമിയിൽ വിവിധതരം അനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രം എന്താണ് അനുഗ്രഹം ലഭിക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്നിങ്ങനെ നിഷേധാത്മകമായി ചിന്തിക്കരുത്. 나만 왜 이럴까? 이렇게 이제 부정적인 생각을 하지 마시고 യോസേഫ് സഹോദരന്മാരോട് പറഞ്ഞത് ഓർക്കുക, ഇതെല്ലാം ദൈവം ചെയ്തതാണ്. എന്നെ മിസ്രയീമിലേക്ക് അടിമയായി വിറ്റത് നിങ്ങളല്ല. ദൈവത്തിന്റെ മഹത്തായ പരിപാലനയിൽ എല്ലാം സംഭവിച്ചതിനാൽ സ്വയം കുറ്റപ്പെടുത്തരുതെന്ന് അവൻ അവരോട് പറഞ്ഞു. തന്നെ വിറ്റ സഹോദരന്മാരെ വെറുക്കാതെ അവരെ ആശ്വസിപ്പിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? 기록이 성경에 나타나지 않습니까? പിതാവും മാതാവും അവിടത്തെ പദ്ധതിപ്രകാരം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ജീവിതവും ആ യാത്രയുടെ ഭാഗമാണ്. 주어지더라도 천국 가는 과정에서 일어나는 일들입니다. നരകത്തിലേക്കുള്ള വഴിയിലാണെങ്കിൽ പിറുപിറുക്കുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലായതുകൊണ്ട് പിറുപിറുക്കേണ്ട ആവശ്യമുണ്ടോ? 천국 가는 길에서 일어나는 일인데 원망 불평 필요하겠습니까? നാം സന്തോഷിക്കുക. നാം കൃതജ്ഞതയാൽ നിറഞ്ഞു കവിയണം. 하나님 ദൈവത്തിന് ദിനവും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നവരായി നാം മാറണം. 수 있는 모두가 꼭 되셔야 되겠습니다. 이렇게 해서 അനുഗ്രഹം നൽകുന്ന വാക്കുകളാൽ സിയോൺ ദിനവും നിറയുമെന്ന പ്രത്യാശയോടെ ഈ പ്രബോധനം ഉപസംഹരിക്കുന്നു. 당부드리면서 말씀 이것으로 마치도록 하겠습니다. വളരെ നന്ദി.